എൻസൈക്ലോബിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റേഷൻ സാധനങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. റേഷൻ കടകളിൽ എത്തുവാൻ കഴിയാത്തവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്ന വാതിൽപ്പടി വിതരണ സംവിധാനം തുടങ്ങുവാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇതിനോടകം തന്നെ ലക്ഷ്യമിടുകയാണ്. ഇത് സംസ്ഥാന സർക്കാരിന്റെ കർമ്മ പദ്ധതിയുടെ ഭാഗമാണെന്നാണ് വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പൊതുവിതരണം സാമ്പത്തിക ബാധ്യതയും മറ്റ് പ്രശ്നങ്ങളും ബാധിക്കാത്ത തരത്തിൽ കൊണ്ടുപോവുകയെന്ന ഉത്തരവാദിത്തമാണ് മുന്നിലുള്ളത്. അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും മുൻഗണനാക്രമത്തിൽ റേഷൻ കാർഡുകൾ നൽകുന്നതിനുള്ള നീക്കം ആരംഭിക്കുമെന്നും മന്ത്രി കൊച്ചിയിൽ നടന്ന പ്രസ് മീറ്റിൽ വ്യക്തമാക്കി. ശരിയായിട്ടുള്ള മാർക്കറ്റ് തന്ത്രം പ്രയോജനപ്പെടുത്തി സപ്ലൈകോയുടെ പുനരുജ്ജീവനവും സർക്കാർ ലക്ഷ്യമിടുന്നതാണ്. വൈവിധ്യവൽക്കരണത്തിലൂടെയും വിപുലമായിട്ടുള്ള ഔട്ട്ലെറ്റ് ശൃംഖലകളിലൂടെയും ഫലപ്രദമായിട്ടുള്ള ഉപയോഗത്തിലൂടെയും സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുവാൻ സപ്ലൈകോയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലെയും പ്രമുഖ സ്റ്റോറുകളെ സിഗ്നേച്ചർ മാർട്ടുകളായിട്ട് വികസിപ്പിക്കുന്നതിനുള്ള പൈലറ്റ് പ്രോജക്റ്റ് ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. പുതിയ കാലത്തെ വിപണി ആവശ്യങ്ങൾ നിറവേറ്റുന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺവീനിയൻസ് സ്റ്റോറുകളും പരിഗണനയിലാണ്. ഓണക്കാലത്ത് സമഗ്ര വ്യാപാര മേളകൾ സംഘടിപ്പിക്കുന്നതാണ്. ഓണത്തിന് കുറഞ്ഞത് 20 ദിവസം മുൻപെങ്കിലും മേളകൾ ആരംഭിക്കുവാൻ കഴിയുമെന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സബ്സിഡി ഇനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അതിവേഗം വിറ്റഴിക്കപ്പെടുന്ന ഉപഭോക്തൃ വസ്തുക്കളും ഉൾപ്പെടുത്തിയായിരിക്കും തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സമഗ്ര വ്യാപാര മേളകൾ ഒരുക്കുന്നത്. ജില്ലാതലങ്ങളിലും നിയമസഭാ മണ്ഡലതലങ്ങളിലും വ്യാപാര മേളകൾ ലക്ഷ്യമിടുന്നതാണ്. അതേസമയം 2016 മുതൽ 10 വർഷം 13 സബ്സിഡി ഇനങ്ങളുടെ വില പരിഷ്കരിക്കാതിരുന്നത് LDF സർക്കാർ തീരുമാനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് കടുത്ത ബാധ്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം 2016 മുതൽ 10 വർഷം 13 സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിക്കാതിരുന്ന LDF സർക്കാരിന്റെ തീരുമാനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്നാണ് അനൂപ് ജേക്കബ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. സിവിൽ സപ്ലൈസ് വകുപ്പിനും അതിന്റെ മാർക്കറ്റ് ഇന്റർവെൻഷൻ വിഭാഗമായിട്ടുള്ള സപ്ലൈകോയ്ക്കുമായിട്ട് ഏകദേശം 3000 കോടി രൂപയുടെ ബാധ്യതയാണ് ഉള്ളത്. ഇത് സപ്ലൈകോയുടെ വിപണി ഇടപെടൽ ശേഷിയെ ഗുരുതരമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.